എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇനി ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത്. മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ്. ഇത് സാധാരണ ഇതും കൊണ്ട് എന്തോ ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആണെന്നോ എന്തോ നമ്മൾ സാധാരണയായി വാങ്ങാത്ത ഒരു വെജിറ്റബിളാണിത്. ഇതിൽ തന്നെ ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഒരു ചവർപ്പ് ടേസ്റ്റുമുള്ളതാണ്. ക്യാരറ്റ് പോലെ മധുരമല്ല ഇതിന്. അസിഡിറ്റിക്ക് ഏറ്റവും നല്ലൊരു വെജിറ്റബിളാണിത്. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു കലക്കൻ റെസിപ്പി നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഈ ഇലയും നമുക്ക് കഴുകിയെടുക്കാം. പക്ഷേ ഇത് നമ്മളൊന്ന് പീൽ ചെയ്ത് കളയണം. പിന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുമെന്ന് ഉറപ്പ് വരുത്താനും മറക്കരുത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനിയും സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് പോസ്റ്റ് ചെയ്താൽ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാനും എനിക്ക് വലിയൊരു സപ്പോർട്ടുമായിരിക്കും. ഇതുകൊണ്ട് പല റെസിപ്പീസ് ചെയ്യാം. ഇന്ന് ഞാനൊരു തോരനാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. തോരനാകുമ്പോൾ നല്ല ആരോഗ്യത്തിന് നല്ലതുമാണല്ലോ. എണ്ണയൊക്കെ കുറച്ച് നമുക്ക് നല്ലൊരു സൂപ്പർ തോരനാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വാലൊക്കെ കണ്ടോ, ചുണ്ടലിയുടെ വാല് പോലെ. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇത് വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ വീഡിയോയുടെ ഒടുവിലും ഒരു സ്ലൈഡായിട്ട് കൊടുക്കാം. ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു ക്രാണമുള്ള വെജിറ്റബിളാണിത്. അതുകൊണ്ട് അതിന് ഇഞ്ചി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റർ കൊണ്ട് അരിയാം. പക്ഷെ ഞാനിപ്പോൾ ഇത് അരിയാൻ പോകുന്നത് കൈ കൊണ്ടാണ്. ഇത് എന്താ പറയുക, കട്ടി കുറച്ച് അരിയണം. അപ്പോൾ ഇതൊരു ഐഡിയ എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഗ്രേറ്റർ യൂസ് ചെയ്താൽ മതി. ഞാൻ ഇച്ചിരി ക്യാരറ്റൊക്കെ അരിയുന്ന പോലെ ഇച്ചിരി നീളത്തിൽ അരിയാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ കട്ടി കുറച്ചൊന്ന് അരിയണേ. കണ്ടോ, ഇങ്ങനെ കട്ടി കുറച്ചൊന്ന് അരിഞ്ഞാൽ നല്ലതായിരിക്കും. ഇച്ചിരി നീളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല രസമാണ് അങ്ങനെ കിടക്കുന്നത് കാണാൻ തോരനകത്ത്. ഇപ്പം നമ്മൾക്ക് അരിഞ്ഞ് വെച്ച റാഡിഷ് ഇതിനകത്തോട് എല്ലാം കൊടുത്തിട്ട് ഇനിയും അരപ്പ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട കുക്ക് ചെയ്യുമ്പം കേട്ടോ. അതിനകത്ത് വെള്ളം ആവശ്യത്തിനുണ്ട്. അതിൻ്റെ ഇലയും നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇതിന് സത്യത്തിൽ ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. കാര്യം അതിൻ്റെ ആ ഒരു ക്രാണമൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ കൊച്ചുള്ളി, ഇത് കുറച്ച് ഞാൻ കടുക് വറക്കാനായിട്ട് വെച്ചേക്കാം. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകോ കാന്താരിയോ, പിന്നെ അതിലേക്ക് നമുക്ക് നല്ല പച്ച കറിവേപ്പില, എന്നാലും എല്ലാം ചെറുതായിട്ടല്ലേ അരിഞ്ഞിട്ടെ, അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടണം. അതിൻ്റെ ഫ്ലേവറെല്ലാം കിട്ടും. തന്നെയല്ല, നമ്മളത് കഴിക്കുമ്പോൾ ഒന്നും എടുത്ത് കളയാതെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. വെള്ളയായിട്ട് വേണമെങ്കിൽ വെള്ളത്തോരൻ വയ്ക്കാം. മഞ്ഞൾ വേണമെങ്കിൽ നമുക്കൊരല്പം മഞ്ഞളിടാം, അല്പം ഉപ്പും കൂടി ഇടാം. ഉപ്പ് ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിലേ പിന്നെ ഇടാവും. ഇത് നന്നായിട്ട് ഞെരടി നമ്മുടെ അരപ്പെല്ലാം കൂടെ ആദ്യം, അതായത് ഉള്ളിയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന്, തേങ്ങയും എല്ലാം നന്നായിട്ട് ഞെരടി ചേർത്തതിന് ശേഷം നമുക്ക് ആ റാഡിഷും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് തീ കത്തിച്ചതിന് ശേഷം ചുവട് നല്ല കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം. ചട്ടി ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് ഒഴിച്ചാൽ മതി. എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്ക് അല്പം കടുക് ഇടാം. അത് പൊട്ടുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചുമന്നുള്ളി. ഇത് കടുക് വറക്കുന്ന ഭാഗം നമ്മളങ്ങ് ചെയ്യുന്ന ആദ്യമേ. ഒത്തിരി മൂക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മൂങ് ദാലാണ് ഇടുന്നത്, പയറുപരിപ്പാണ് ഇടുന്നത്. ചിലർ ഉഴുന്ന് പരിപ്പ് ഇടുന്നവരുണ്ട്. അതെന്തായാലും കുഴപ്പമില്ല. നമ്മുടെ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം അങ്ങ് അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ തോരനകത്ത് ഈ പരിപ്പ് കിടക്കുന്ന ഒരു നല്ല ടേസ്റ്റാണത്. ഈ പരിപ്പ് ചെറുതായിട്ടൊരു മഞ്ഞ കളറ്, ഒരു ബ്രൗണിഷ് കളറാകാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന റാഡിഷ് ഇടാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി തീ അങ്ങ് കുറയ്ക്കണം. ഇനി ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട്, ഒരു ശകലം പോലും നമ്മൾ വെള്ളം ഒഴിക്കണ്ട. ഇത് വെന്ത് കഴിയുമ്പം കിട്ടില്ലൻ തോരൻ റെഡിയാണ്. അസിഡിറ്റിയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രമിച്ച് നോക്കണം. ആ ചെറിയ തീയിൽ അത് ഒന്ന് വെന്തോട്ടെ. ഞാനതൊന്ന് അടച്ചും വയ്ക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ടാവും. അടപ്പെടുക്കുമ്പോൾ അടുപ്പിലെ ആവി വെള്ളം തിരിച്ചങ്ങോട്ട് ഒഴിക്കരുത്.
കാര്യം ആ വെള്ളം നമ്മൾ പറ്റിച്ചെടുക്കാനല്ലേ നോക്കുന്നത്. ഇതിനി നന്നായിട്ട് ഇളക്കി ഇത് തുവർത്തി എടുത്താൽ മതി. നമ്മൾ അടുത്ത് നിന്നിട്ട് ഒരല്പം തീ കൂട്ടി ശേഷം അത് ഇളക്കി ഇങ്ങനെ തുവർത്തി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡിയാണ്. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.